രാജ്യത്ത് നടക്കിയ 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പാക് അധിനിവേശ കശ്മീരിലെ ചക്കോത്തി മേഖലയിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. കാറിലെത്തിയ അജ്ഞാതരായ ആളുകൾ ബുർഹാന് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭീകരനാണ് ഈ ബുർഹാൻ. അയാൾക്ക് നേരെ അജ്ഞാതർ വെടിയുതിർത്തിരിക്കുന്നു എന്ന വിവരം വരുന്നു. ആരും ഇതിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും നമുക്കറിയാം, രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ. ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. വിവരങ്ങളുമായി നിതിൻ മോഹൻ നമുക്കൊപ്പം ചേരുകയാണ്. നിതിൻ, ഇന്ത്യ ഭീകരരുടെ പട്ടികയിൽ 2022 ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യക്തിയാണ് ഈ ബുർഹാൻ. ഇയാളെ ആരാണ് വധിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇന്ത്യയുടെ ഇതിലെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? 2019 40 CRPF ജവാന്മാരുടെ മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഹംസ ബുർഹാനാണ് കൊല്ലപ്പെട്ടത്. അപ്പം ഇതുവരെ ഔദ്യോഗികമായ ഒരു റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല. മരണത്തെ ആരാണ് ഇദ്ദേഹത്തെ വധിച്ചതെന്നും കൊല്ലപ്പെടുത്തിയതെന്നുള്ള ഔദ്യോഗികമായ ഒരു റിപ്പോർട്ടുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പാക് അധിനിവേശ കാശ്മീരിലെ മുസ്തഫറാബാദിൽ വെച്ചാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത്. അപ്പോൾ കാറിലെത്തിയ കുറച്ച് അജ്ഞാതരാണ്, ആയുധധാരികളായ കുറച്ച് അജ്ഞാതരാണ് ഇയാൾക്ക് നേരെ വെടിയുയർത്തിയതെന്നാണ് നമുക്കറിയപ്പെടുന്നത്. കൊല്ലപ്പെട്ട ഭീകരൻ്റെ യഥാർത്ഥ പേര് അർജുൻ ഗുൽസാർ ധാർ എന്നാണ്. എന്നാൽ ഇയാൾ ഹംസ ബുർഹാൻ അല്ലെങ്കിൽ ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ഇയാൾ കാശ്മീരിലെ പുൽവാമ സ്വദേശിയാണ്. 2022 ഇന്ത്യയിലെ UAPA നിയമപ്രകാരം ഇയാളെ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. നിരോധിക്കപ്പെട്ട ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയുടെ കമാൻഡറുമാണ് ഇയാൾ. ഇന്ത്യ തിരിയുന്ന പ്രധാന ഭീകരിൽ പാകിസ്ഥാനിൽ പാക് അധിനിവേശ കാശ്മീരിൽ വെച്ചാണ് അജ്ഞാതർ ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, നിതിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. വ്യാഴാഴ്ച മുസഫറാബാദിൽ വെച്ച് അജ്ഞാതരായ അക്രമികൾ ഇയാളെ വെടിയുതിർക്കുകയായിരുന്നു. ഒന്നിലധികം വെടിയുണ്ടകൾ ഇയാളുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ് വിവരം. സംഭവ സ്ഥലത്ത് തന്നെ ഇയാൾ കൊല്ലപ്പെട്ടു. ഇന്ത്യയിൽ രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ആ സൂത്രധാരന്മാരിൽ മുഖ്യ ആളാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളില്ല. ആരും ഇതിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. പുൽവാമയിലെ രക്നിപ്പോറ മേഖലയിലെ ഖബത്പോറയിൽ ജനിച്ച വ്യക്തിയാണ്. 2017 ഉന്നത പഠനം നടത്താനെന്ന വ്യാജേനയാണ് പാകിസ്ഥാൻ